ചുമയും ജലദോഷവും മാറാൻ കേരളത്തിൽ പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്നതും ഫലപ്രദവുമായ ചില വീട്ടുവൈദ്യങ്ങൾ വിശദീകരിക്കുന്നു. ചുമക്കും ജലദോഷത്തിനും വേണ്ടിയുള്ള പ്രധാന വീട്ടുവൈദ്യങ്ങൾ: 1. തേനും ഔഷധ സസ്യങ്ങളും. തേൻ ചുമക്ക് ഏറ്റവും മികച്ച പ്രകൃതിദത്ത മരുന്നാണ്. ഇത് തൊണ്ടയ്ക്ക് ആശ്വാസം നൽകുകയും കഫക്കെട്ട് കുറയ്ക്കുകയും ചെയ്യുന്നു. തേനും ഇഞ്ചിനീരും. 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചെടുത്ത നീരിൽ 1 ടീസ്പൂൺ തേൻ ചേർത്ത് കഴിക്കുക. ദിവസത്തിൽ 2-3 തവണ ഇത് ഉപയോഗിക്കാം. ഇത് കഫം ഇളക്കിപ്പോകാൻ സഹായിക്കുകയും തൊണ്ടയിലെ അസ്വസ്ഥത കുറയ്ക്കുകയും ചെയ്യും. തേനും കുരുമുളകും. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി 1 ടീസ്പൂൺ തേനിൽ ചാലിച്ച് കഴിക്കുന്നത് കഫക്കെട്ടുള്ള ചുമക്ക് നല്ലതാണ്. തേനും ചെറുനാരങ്ങ നീരും. 1 കപ്പ് ചെറു ചൂടുള്ള വെള്ളത്തിൽ 1 അല്ലെങ്കിൽ 2 ടീസ്പൂൺ തേനും അല്പം ചെറുനാരങ്ങ നീരും ചേർത്ത് കുടിക്കുന്നത് തൊണ്ടവേദനയ്ക്ക് ആശ്വാസം നൽകും. ശ്രദ്ധിക്കുക: 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് തേൻ നൽകരുത്. 2. ആവി പിടിക്കൽ. ജലദോഷം, മൂക്കടപ്പ്, കഫക്കെട്ട് എന്നിവയ്ക്ക് ഏറ്റവും വേഗത്തിൽ ആശ്വാസം നൽകുന്ന ഒന്നാണ് ആവി പിടിക്കുന്നത്. 1 പാത്രത്തിൽ ചൂടുവെള്ളം എടുക്കുക. ഇതിൽ അല്പം തുളസിയില അല്ലെങ്കിൽ പുതിനയില ഇടുന്നത് കൂടുതൽ ഗുണം ചെയ്യും. വേണമെങ്കിൽ അല്പം വിക്സ് പോലുള്ള ലേപനങ്ങളും ചേർക്കാം. തല 1 ടവൽ കൊണ്ട് മൂടി ഈ വെള്ളത്തിൽ ആവി ഉള്ളിലേക്കെടുക്കുക. ഒരു 10 മിനിറ്റ് വരെ ആവി പിടിക്കാം. ദിവസത്തിൽ 2-3 തവണ ചെയ്യുന്നത് പെട്ടെന്ന് ആശ്വാസം നൽകും. 3. ഔഷധ കഷായങ്ങളും. ശരീരത്തിന് ചൂടും പ്രതിരോധശേഷിയും നൽകുന്ന പാനീയങ്ങൾ ധാരാളമായി ഉപയോഗിക്കുക. ചുക്ക് കാപ്പി. ചുക്ക്, കുരുമുളക്, തുളസിയില, മല്ലി, ജീരകം എന്നിവ ചതച്ച് വെള്ളത്തിൽ തിളപ്പിച്ച് പനഞ്ചക്കര ചേർത്ത് കുടിക്കുക. ഇത് ചുമ, ജലദോഷം, പനി എന്നിവയ്ക്ക് വളരെ ഫലപ്രദമാണ്. തുളസിച്ചായ. തുളസിയില ചതച്ചതും ഇഞ്ചിയും ചേർത്ത് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ജലദോഷം മാറാൻ സഹായിക്കും. മഞ്ഞൾപ്പാൽ. 1 ഗ്ലാസ് ചൂടുള്ള പാലിൽ 1 നുള്ള് മഞ്ഞൾപ്പൊടിയും 1 നുള്ള് കുരുമുളക് പൊടിയും ചേർത്ത് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കുടിക്കുന്നത് തൊണ്ടവേദനയ്ക്കും കഫക്കെട്ടിനും ആശ്വാസം നൽകും. 4. ഉപ്പുവെള്ളം കവിൾക്കൊള്ളൽ. തൊണ്ടവേദനയ്ക്ക് ഉടനടി ആശ്വാസം നൽകുന്ന ലളിതമായ മാർഗമാണിത്. 1 കപ്പ് ചെറു ചൂടുവെള്ളത്തിൽ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി ലയിപ്പിക്കുക. ഈ വെള്ളം വായിലെടുത്ത് തൊണ്ടയിൽ എത്തുന്നതുവരെ കവിൾക്കൊള്ളുക. ദിവസത്തിൽ പല തവണ ഇങ്ങനെ ചെയ്യുന്നത് തൊണ്ടയിലെ അണുബാധ കുറയ്ക്കാനും വേദന ശമിപ്പിക്കാനും സഹായിക്കും. ശ്രദ്ധിക്കേണ്ട മറ്റ് കാര്യങ്ങൾ: ധാരാളം വെള്ളം കുടിക്കുക. ചെറു ചൂടുവെള്ളം ഇടയ്ക്കിടെ കുടിക്കുന്നത് കഫം കട്ടിയാകാതെ നേർപ്പിക്കാനും എളുപ്പത്തിൽ പുറത്തു പോകാനും സഹായിക്കും. വിശ്രമം. ശരീരം രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ ആവശ്യമായ വിശ്രമം എടുക്കുക. എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത്? സാധാരണയായി 7 അല്ലെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ ഈ വീട്ടുവൈദ്യങ്ങൾ ഉപയോഗിച്ച് ചുമയും ജലദോഷവും കുറയും. എന്നാൽ താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ നിർബന്ധമായും ഒരു ഡോക്ടറെ സമീപിക്കണം. പനി ധാരാളം ആകുകയാണെങ്കിൽ, നല്ല പനി ഉണ്ടാവുകയാണെങ്കിൽ എന്തായാലും ഡോക്ടറെ കാണിക്കണം. 2 ആഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമയോ ജലദോഷമോ ഉണ്ടെങ്കിലും ഡോക്ടറെ കാണിക്കണം. കഠിനമായ ശ്വാസമുട്ടലോ നെഞ്ചുവേദനയോ അനുഭവപ്പെട്ടാൽ, കഫത്തിൽ രക്തത്തിൻ്റെ അംശം കാണുകയാണെങ്കിൽ ഈ ലളിതമായ വീട്ടുവൈദ്യങ്ങൾ നിങ്ങൾക്ക് വളരെ സഹായകമാകുമെന്ന് കരുതുന്നു.